വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ രുചികരമായി തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അളവിനായിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ശർക്കര ചീകിയത് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുത്താലും മതി. ഇനി വെള്ളം നല്ലപോലെ തിളച്ച് ശർക്കര നല്ലപോലെ മെൽറ്റായി വരുമ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ശർക്കരയിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇപ്പോൾ ശർക്കര ഇവിടെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചൊന്ന് അരിച്ചെടുക്കാം. മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പാനൊന്ന് കഴുകിയ ശേഷം നമുക്കിതിലേക്ക് ഈ ശർക്കര ലൈനി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഒന്ന് കഴുകി 1 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണിത്. ഇനി ഇത് നമുക്ക് ഈ ശർക്കര ലൈനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പകുതി ഭാഗം കുക്കായി വന്നാൽ മതി. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുറിക്കാൻ പറ്റുന്ന ആ ഒരു പരുവായി വന്നാൽ മതി. ഇപ്പോൾ ഇതിവിടെ പകുതി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്താണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ സമയത്തെല്ലാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ച് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടി ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റി കയ്യിലൊരല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ തേച്ചതിന് ശേഷം ഈ മാവ് നമുക്ക് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടെ തന്നെ വേണം നമ്മൾ ഈ മാവ് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലൊരല്പം നെയ്യ് തേച്ചതിന് ശേഷം ഇതിൽ നിന്നും ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് നല്ലപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ബോൾ ഷേപ്പിൽ ഉരുട്ടിയ ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബോൾ ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് വാഴയിലയിൽ പൊതിഞ്ഞാണ് ആവിയിൽ വെക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വാഴയില ഒന്ന് വാട്ടി ഇതുപോലെ കീറി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് വാഴയിലേക്ക് വെച്ച് സൈഡ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. വാഴയില ഇല്ലെങ്കിൽ നമ്മളൊരു പ്ലേറ്റിൽ അല്പം എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കൈകൊണ്ട് ഉരുട്ടി വെച്ച് കൊടുത്താലും മതി. എല്ലാം ഇപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ ഒരു തട്ട് വെച്ച് നമുക്ക് 20 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ അരിപ്പൊടി ശർക്കരയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.